തിരുവനന്തപുരം തമ്പാനൂരിൽ ഹോട്ടൽ മുറിയിൽ യുവതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. 2022 മാർച്ചിലാണ് കൊല്ലം സ്വദേശി പ്രവീൺ കാട്ടാക്കട സ്വദേശിനി ഗായത്രിയെ കൊലപ്പെടുത്തിയത്. ദൃക്സാക്ഷികളൊന്നും ഇല്ലാതിരുന്ന ഒരു കേസായിരുന്നു. ആരും ഇത് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ സയന്റിഫിക് എവിഡൻസിന്റെ ബേസിസിലും കോൾ റെക്കോർഡിംഗ്സ്, പിന്നെ ടവർ ലൊക്കേഷൻസ്, ഡോക്ടറിന്റെ മൊഴി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലായിട്ട് വന്നത്. അപ്പൊ അതിന്റെ എല്ലാം ബേസിസിലാണ് ഇന്ന് ശിക്ഷ വിധിച്ചത്. അങ്ങനെ എന്റെ ചേച്ചിക്ക് ഇന്ന് നീതി കിട്ടിയിരിക്കുകയാണ്. 2022 മാർച്ചിലാണ് കാട്ടാക്കട സ്വദേശിനി ഗായത്രിയെ കാമുകൻ പ്രവീൺ കൊലപ്പെടുത്തുന്നത്. ആദ്യം ഇതൊരു ആത്മഹത്യ എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. അതിനുശേഷം ഈ ഗായത്രിയുടെ സഹോദരി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ച ആ യുവതി നടത്തിയ നിയമ പോരാട്ടം, ഹൈക്കോടതി വരെയും നിയമ പോരാട്ടം തുടർന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അതിവേഗത്തിൽ തന്നെ ഈ കേസിൽ വിചാരണ പൂർത്തീകരിച്ച് പിന്നീട് കേസിൽ ശിക്ഷ വിധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതി പ്രവീൺ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗായത്രിയുടെ സഹോദരിയും അമ്മയും അടക്കമുള്ളവർ പ്രതിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി ശിക്ഷ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. പ്രോസിക്യൂഷനും അതേ ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയാണ് പ്രതി പ്രവീണിന് കോടതി നൽകിയിരിക്കുന്നത്. ഇതിനോട് കുടുംബാംഗങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എന്താണ് ശിക്ഷാവിധിയിലടക്കം കോടതി വ്യക്തമാക്കിയത്? കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ കുടുംബം വളരെ വലിയ ആശ്വാസത്തിലായിരുന്നു. കാരണം 2022 നടന്ന ഒരു സംഭവമാണ്. അതായത് ഇത്രയും ആസൂത്രിതമായി അനിയത്തിയെയും സ്വന്തം മകളെയും കൊലപ്പെടുത്തി, അതായത് ഈ മകളെ കൊലപ്പെടുത്തിയ ഒരു സംഭവത്തിൽ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഈ കാലതാമസം, ഈ ഒരു കോടതി നടപടികളിലടക്കം ഒരുപാട് കാലതാമസം വന്നപ്പോൾ ഹൈക്കോടതിയിലടക്കം ഈ കുടുംബത്തിന് പോകേണ്ടി വന്നു. തുടർന്നാണ് ഇങ്ങനെ സമയബന്ധിതമായി ഇതിലൊരു തീർപ്പ് കൽപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സമയത്ത് തന്നെ അവർ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് ജീവപര്യന്തം തടവ് ശിക്ഷയും ഒപ്പം 1 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചപ്പോൾ അവർക്ക് പരിപൂർണ്ണ ഈ ഒരു നിയമ പോരാട്ടത്തിനും മകൾക്ക് അല്ല അതേപോലെ തന്നെ ചേച്ചിക്ക് ഇത്തരത്തിലൊരു നീതി ലഭിച്ചു എന്നുള്ളൊരു ആശ്വാസമാണ് അവർ നമ്മോടൊപ്പം പങ്കുവച്ചത്. മാത്രമല്ല ഈ പോലീസ് അന്വേഷണ സംഘത്തിനും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റിനും അടക്കം പ്രത്യേക നന്ദി അടക്കം അവർ അറിയിച്ചു. കാരണം ഒട്ടും എളുപ്പമായിരുന്നില്ല പോലീസിനെ കേസ് തെളിയിക്കുക എന്ന് പറഞ്ഞു. കാരണം ദൃക്സാക്ഷികളില്ല, മറ്റ് വലിയ തെളിവുകളൊന്നും പറയാനില്ല. പക്ഷേ ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മുഴുവൻ പോലീസ് അന്വേഷണവും. അതായത് ഈ ഒരു ഫോൺ കോൾ, അതായത് പ്രവീൺ തന്നെയായിരുന്നു ഈ ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചറിയിച്ചത് ഇത്തരത്തിൽ ഇന്നേ ഹോട്ടൽ മുറിയിൽ ഇത്തരത്തിൽ ഒരു യുവതി മരിച്ചു കിടക്കുന്നു എന്നതും, പിന്നെ ഈ പ്രവീണിന്റെ വിരലടയാളം ഇതേ ഹോട്ടൽ മുറിയിൽ നിന്ന് കണ്ടെത്തുന്നു, മറ്റ് സാഹചര്യ തെളിവുകൾ, ഫോൺ റെക്കോർഡിങ്ങുകൾ, പിന്നെ തുടർന്ന് ഇതിന് മുൻപുണ്ടായിരുന്ന പല ബന്ധങ്ങളും, അതായത് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അടക്കം ഇത്തരത്തിൽ തെളിയിക്കാനും അത് കോടതിയിൽ സ്ഥാപിക്കാനും ഈ ഇത്തരത്തിലുള്ള ഭാഗത്തിൽ, അതായത് അഡ്വക്കേറ്റിന് സാധിച്ചു എന്നതിന്റെ ഒരു അഭിമാനവും നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് ഇത്തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി. മാത്രമല്ല ഇതിൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് തീർച്ചയായിരുന്നു. കാരണം ഇതിൽ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. കാരണം ഇത്തരത്തിൽ ഈ ഒരു സമവായത്തിലെത്താം, ഇത്തരത്തിൽ ഈ ഒരു കുടുംബവുമായി അകന്നു നിൽക്കുന്ന, അതായത് ഈ ഒരു ബന്ധം അറിഞ്ഞതിനെ തുടർന്ന് കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് അവർ ജോലി ചെയ്തിരുന്ന ജ്വല്ലറി വരെ എത്തുകയും തുടർന്ന് ഈ ഗായത്രിക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ഒപ്പം തന്നെ ഈ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് എതിർക്കുന്നു. ഈ ഒരു താലി കിട്ടുന്ന ഒരു സാഹചര്യം വരെ, അതായത് പള്ളിയിൽ വെച്ച് താലി കിട്ടുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു ഇവർ തമ്മിലുള്ള കലഹം മൂർച്ഛിച്ചതും പിന്നെ സംസാരിക്കാനെത്തിയ ഗായത്രിയെ ആസൂത്രിതമായി ഇത്തരത്തിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. അതായത് ഒരു സ്നേഹിച്ച് വഞ്ചിച്ച ഒരു കേസാണ്. കാരണം സ്വന്തം ഭാര്യയും മക്കളും നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ മറ്റൊരു യുവതിയുമായി അടുക്കുകയും കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനത്തോടു കൂടി അടുക്കുകയും പിന്നീട് ഇത്തരത്തിൽ ഭാര്യയെ അറിഞ്ഞ് ഇതൊരു വിഷയമായി കുടുംബത്തിൽ വന്നപ്പോൾ അത് ഈ യുവതിയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും പിന്നീട് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഒരു ആസൂത്രിതമായ കൊലപാതകം, ദാരുണമായ സംഭവമാണ്. മാത്രമല്ല ആ സമയത്ത് വളരെയധികം വിവാദമായ ഒരു സംഭവം കൂടിയായിരുന്നു. കാരണം തലസ്ഥാന നഗരിയിലെ തമ്പാനൂരോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വകാര്യ ലോഡ്ജിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം. അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇത്തരത്തിൽ മറ്റൊരു കൊലപാതകം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം മാധ്യമ ശ്രദ്ധയും ഇത്തരത്തിൽ നേടിയെടുത്തിരുന്നു. കേരളമൊട്ടാകെ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. പോലീസ് അതിവേഗം തന്നെ പ്രതിയെ കൊല്ലത്തിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് അന്വേഷണം പുരോഗമിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള കോടതി നടപടികളും മറ്റും വളരെയധികം നീണ്ടുപോയതോടുകൂടിയാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് വളരെ വേഗം തന്നെ ഇതിലൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് ഹൈക്കോടതി അടക്കം നിർദ്ദേശിച്ചത്. നിലവിൽ ഇത്തരത്തിൽ ഒരു ജീവപര്യന്തം ശിക്ഷയും ഒപ്പം പിഴത്തുകയും ചുമത്തിയിട്ടുണ്ട്. ഈ അമ്മയും അനുജത്തിയും മറ്റ് കുടുംബാംഗങ്ങളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഈ വിധിയിൽ പരിപൂർണ്ണ തൃപ്തരാണ്. മാത്രമല്ല പ്രതിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിച്ചു എന്നുള്ള സന്തോഷമാണ് അവർ നമ്മോടൊപ്പം പങ്കുവച്ചത് കേട്ടോ.
യെസ്, സാരംഗ് തീർച്ചയായും, കാരണം കുടുംബത്തെ സംബന്ധിച്ച് ഈ വിധിയിലേറെ സംതൃപ്തി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ആ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കേസിനെ ഏത് രീതിയിലായിരുന്നു ഒരു പരമാവധി ശിക്ഷ വേണം, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കി പരമാവധി ശിക്ഷ വേണമെന്നൊരു ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു, അതോ ജീവപര്യന്തം ശിക്ഷ? കാരണം ഇത് നമുക്കറിയാം, ഒരു യുവതിയാണ്, ജീവിതം അവർ ജീവിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു, അതായത് കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന, കാമുകനൊപ്പം ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു യുവതി. പക്ഷെ അതിനിടയ്ക്ക് വെച്ച് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം. എങ്ങനെയാണ് കോടതി ഈ കേസിനെ കണ്ടത്? നമുക്കറിയാം, ഇതുപോലെ സമാനമായ രീതിയിൽ പ്രണയച്ചതിയിൽപ്പെട്ട് നിരവധി പെൺകുട്ടികളുടെ ജീവൻ തകർന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. എന്താണ് കോടതി ഈ കേസിനെ എങ്ങനെയാണ് കണ്ടത്, സാരംഗ്? ഇത്തരത്തിലുള്ള ഈ ഒരു ഗായത്രിയുടെ കുടുംബത്തിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗം, അതായത് വധശിക്ഷ എന്നൊരു തരത്തിലേക്ക് ഈ ഭാഗം ഉന്നയിച്ചിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു ജീവപര്യന്തം ശിക്ഷ തന്നെയാണ് ഈ വാദിഭാഗവും ഉന്നയിച്ചിരുന്നത്. അതായത് വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് അവർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഈ വക്കീലടക്കം നമ്മോട് പ്രതികരിച്ചത്. മാത്രമല്ല, ഇതൊരു വഞ്ചിച്ച ഒരു കേസ് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഒരു കുടുംബമുണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് വിശ്വാസവഞ്ചന കാണിച്ച ഒരു കേസാണ്. മാത്രമല്ല, ആസൂത്രിതമായുള്ള കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പുകൾ ചുമത്തിയുള്ള, അതായത് ഇതിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള ഇത്തരത്തിലുള്ള ജീവപര്യന്തം, അതിൽ കുറഞ്ഞൊരു ശിക്ഷ അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് കുടുംബവും പിന്നെ ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും തുടക്കം തൊട്ട് തന്നെ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം ഈ ഒരു ശിക്ഷാവിധിയിന്മേലുള്ള ഒരു വാദത്തിലും പ്രതിഭാഗവും ഈ വാദിഭാഗവും എല്ലാം ഉന്നയിച്ചത്, എന്താ, ഇത്തരത്തിൽ ഒരു ജീവപര്യന്തം ശിക്ഷ തന്നെ വേണം, അതായത് അതിൽ കുറഞ്ഞൊരു ശിക്ഷ നൽകരുത്, അത് ഈ പ്രതി അർഹിക്കുന്ന ഒരു ശിക്ഷ തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു കുടുംബം ഇത്രയും കാലം നടത്തിയ ഒരു നിയമ പോരാട്ടത്തിന്റെ ഫലപ്രാപ്തിയാണ്. ഈ ഒരു മൂത്ത മകളെയാണ് നഷ്ടപ്പെട്ടത്. ഒരു വളരെയധികം പ്രതീക്ഷയോട് വളർത്തിയെടുത്ത ഈ ഒരു ജോലി ചെയ്ത് ആരംഭിച്ച, അതായത് വളരെ ഭാവി ഉണ്ടായിരുന്ന ഒരു യുവതിയെ ഇല്ലാതാക്കി, അതായത് ആസൂത്രിതമായി കൊലപാതകം നടത്തി ഇല്ലാതാക്കുക, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ തകർക്കുക. മാത്രമല്ല, ഒരു സ്വന്തം ഭാര്യയോടക്കമാണ് വഞ്ചന കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ ആവശ്യപ്പെട്ടെങ്കിലും അത് ക്യാപിറ്റൽ പനിഷ്മെന്റിലേക്ക് വേണമെന്ന തരത്തിൽ വാദിഭാഗം ഉന്നയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വഞ്ചിയൂർ അഡീഷണൽ സെഷൻ കോടതി ഒരു ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതേ കോടതി തന്നെയായിരുന്നു പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടെത്തിയത്. 3 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനാണെന്ന് അവസാനം കുറിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ അപ്പീലുമായി പ്രതി മുന്നോട്ട് പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ ഒരു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം പ്രശംസിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഗായത്രിയുടെ അനിയത്തിയും ഈ അമ്മയെല്ലാം പ്രതികരിച്ചു. കാരണം വളരെയധികം പോലീസിന് ഈ കാര്യത്തിൽ സഹായിച്ചു. മാത്രമല്ല, മറ്റെല്ലാ ഭാഗത്തു നിന്നും കൃത്യമായ സഹായങ്ങൾ ലഭിച്ചു. ഈ ഒരു യുവതിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സമൂഹത്തിന്റെ എല്ലാ തലത്തിൽ നിന്നും അവർക്ക് പിന്തുണ ഉണ്ടായിരുന്നു എന്നടക്കം അവർ നമ്മോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം പരാമർശങ്ങളും വിവാദങ്ങളെല്ലാം ഉയർന്നു വരുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് കൃത്യമായ ഒരു പോലീസ് അന്വേഷണത്തിൽ ഒരു വിധി വരുന്നു, കോടതി അതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കൃത്യമായ ഒരു ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുന്നു. അതുകൂടി ഇതിൽ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. നിലവിൽ അവർ പരിപൂർണ്ണ സംതൃപ്തരാണ് ഈ ഒരു വിധിയിൽ. മറ്റ് നടപടിക്രമങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ടോം. യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങളിൽ സാരംഗ് സൂചിപ്പിച്ചതുപോലെ 3 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം. പക്ഷെ അതിവേഗത്തിൽ തന്നെ ഇതിന്റെ വിചാരണ പൂർത്തിയാക്കി കേസിൽ പ്രതിക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷനെയും അതോടൊപ്പം അന്വേഷണ സംഘത്തെയും സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള നേട്ടം. ആ സഹോദരിയുടെ, ഈ കൊല്ലപ്പെട്ട ഗായത്രിയുടെ സഹോദരിയുടെ നിയമ പോരാട്ടവും ഈ കേസിൽ ഏറെ നിർണായകമായി.